CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, ബൈപാസ് റോഡ്, പെരിന്തൽമണ്ണ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഉയർന്ന മൂല്യവും ഉടനടി പണവും കൂടാതെ മറ്റനേകം ഓഫറുകൾ എല്ലാം ജോയ ലുക്കാസിൽ മാത്രം. ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മലപ്പുറം കളക്ടറേറ്റിൽ നിന്ന് ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള നാമനിർദ്ദേശ പത്രികകളുടെ വിതരണം തുടങ്ങി. ജില്ലയിലെ 15 ബ്ലോക്ക് തലങ്ങളിലേക്കുമാണ് പത്രികകൾ നൽകുന്നത്. 19 വരെയാണ് സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി. വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടെന്ന് ചെർപ്പുളശ്ശേരി നഗരസഭാ വൈസ് ചെയർമാൻ KK ആസീസ്. താൻ ചെയർമാൻ സ്ഥാനാർത്ഥിയാണെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും ഇക്കാര്യം UDF ആലോചിച്ചിട്ടില്ലെന്നും ആസീസ് പറഞ്ഞു. UDF നേതാക്കളെ ജയിലിലടയ്ക്കുമെന്ന് ഇടതുമുന്നണി കൺവീനർ A വിജയരാഘവന്റെ പ്രസ്താവന ശരിയായില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. KM ഷാജി MLA-ക്കെതിരെ വിജിലൻസ് കേസ് വേട്ടയാടലിന് ഉദാഹരണമാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന് ആരോപണം. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ആസൂത്രണം നടന്നെന്നും UDF ആരോപിച്ചു. ക്രമക്കേട് ആരോപിച്ച് CPIM-ഉം രംഗത്തെത്തിയിട്ടുണ്ട്. വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടെന്ന് ചെർപ്പുളശ്ശേരി നഗരസഭാ വൈസ് ചെയർമാൻ KK ആസീസ്. താൻ ചെയർമാൻ സ്ഥാനാർത്ഥിയാണെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും ഇക്കാര്യം UDF ആലോചിച്ചിട്ടില്ലെന്നും ആസീസ് പറഞ്ഞു. പരിചയസമ്പന്നതയ്ക്ക് കൂടി മുൻതൂക്കം നൽകിക്കൊള്ള പരിചയസമ്പന്നരായ ആളുകൾ കൂടി വേണം എന്നുള്ളത് കൊണ്ടും ചെർപ്പുളശ്ശേരിയുടെ ഒരു സവിശേഷത പരിഗണിച്ചുകൊണ്ടും പിന്നെ അതോടൊപ്പം തന്നെ എനിക്ക് 3 ടേം 15 വർഷം പൂർത്തീകരിക്കണം എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. 15 വർഷം എനിക്ക് പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടും ആണ് എനിക്ക് എക്സംഷൻ ലഭിച്ചിട്ടുള്ളത്. അത് പിന്നെ ബാക്കി ഞാൻ എവിടെ മത്സരിക്കണം, എൻ്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചൊക്കെ ഒരു ധാരണ പാർട്ടിക്കകത്ത് വന്നിട്ടുണ്ട്. പക്ഷെ അത് എനിക്ക് വെളിപ്പെടുത്താൻ നിർവാഹമില്ല. എന്നാൽ പാർട്ടി തലത്തിൽ പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്നും അടുത്ത ദിവസം തന്നെ സ്ഥാനാർത്ഥികളുടെ പട്ടിക ജില്ലാ കമ്മിറ്റി പുറത്തുവിടുമെന്നും അസീസ് പറഞ്ഞു. എൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെ ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. അത് ജില്ലാ UDF-ന്റെ നേതൃത്വം അതോടൊപ്പം മുസ്ലിം ലീഗ് പാർട്ടിയുടെ ജില്ലാ പാർലമെന്ററി പാർട്ടിയാണ് എൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ഞാൻ ഉൾപ്പെടെയുള്ള 13 ലീഗ് സ്ഥാനാർത്ഥികളുടെ പേര് അവരാണ് പ്രഖ്യാപിച്ചത്. നഗരസഭാ ചെയർമാൻ സ്ഥാനത്തേക്ക് താൻ മത്സരിക്കുന്നു എന്ന മാധ്യമങ്ങളിൽ വന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ്. ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ UDF കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടതെന്നും ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും UDF ഭരണസമിതി അധികാരത്തിൽ വരുമെന്നും അസീസ് CCN ന്യൂസിനോട് പറഞ്ഞു. വരാനിരിക്കുന്ന നഗരസഭാ ചെയർമാൻ ഞാനായിരിക്കുമെന്ന തരത്തിൽ വന്ന വാർത്ത തെറ്റിദ്ധാരണജനകമാണ്. UDF അത്തരത്തിലൊരു തീരുമാനമെടുത്തില്ല, അത്ര ചർച്ച പോലും നടന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് UDF-ന് ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ ഇവിടുത്തെ പാർലമെന്ററി പാർട്ടിയിലെ അതിൻ്റെ തെരഞ്ഞെടുപ്പും അത് ജില്ലാ UDF-ന്റെ അറിവോടെയും അംഗീകാരത്തോടെയും അവരാണ് ആരായിരിക്കണം ചെയർമാൻ എന്ന കാര്യം തീരുമാനിക്കാൻ ജില്ലാ UDF-ന്റെ നേതൃത്വമായിരിക്കും. ഇപ്പോൾ വന്നിട്ടുള്ള വാർത്ത തികച്ചും അടിസ്ഥാനത്തിലാണ്. CCN ചെർപ്പുളശ്ശേരി. ലാൻസ്ഫെഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം അനിയന്ത്രിതമായ സിമന്റ് വില വർധനവിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി ലാൻസ്ഫെഡ് ചെർപ്പുളശ്ശേരി യൂണിറ്റിന്റെ പ്രതിഷേധം ചെർപ്പുളശ്ശേരി മുനിസിപ്പാലിറ്റിക്ക് മുന്നിൽ നടന്നു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി M രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലുടനീളം ലാൻസ്ഫെഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം അനിയന്ത്രിതമായ സിമന്റ് വില വർധനവിനെതിരെയുള്ള പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ചെർപ്പുളശ്ശേരി നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധം നടക്കുന്നത്. ജില്ലാ ജോയിന്റ് സെക്രട്ടറി M രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരനെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഈ വില വർധനയ്ക്കെതിരെ നമ്മൾ തീർച്ചയായും പ്രതികരിക്കേണ്ടതാണ്. കുറച്ചെങ്കിലും ആശ്വാസമായ മലബാർ സിമൻസിൽ ഇപ്പോൾ നമ്മളുടെ ആവശ്യത്തിൽ 10% മാത്രമാണ് മലബാർ സിമൻസ് ഉൽപ്പാദനം ഉള്ളത്. അത് 25% ഗവൺമെൻറ് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിലും അതിനെ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടില്ല. യൂണിറ്റ് സെക്രട്ടറി T മുഹമ്മദ് ഷാഫി സ്വാഗതം പറഞ്ഞു. യൂണിറ്റ് പ്രസിഡന്റ് A ജയകൃഷ്ണൻ അധ്യക്ഷനായി. അലി അക്ബർ പരിപാടിക്ക് നന്ദിയും പറഞ്ഞു. CCN ചെർപ്പുളശ്ശേരി. നെല്ലായ പഞ്ചായത്തിൽ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പ്രസിഡന്റായിരുന്ന PK മുഹമ്മദ് ഷാഫി വാർഡ് 14-ൽ ജനവിധി തേടും. നെല്ലായ ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചു.
10 സ്ത്രീ വാർഡുകളും 9 പുരുഷ വാർഡുകളുമാണ് നിലവിൽ പഞ്ചായത്തിലുള്ളത്. നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PK മുഹമ്മദ് ഷാഫി 14-ാം വാർഡിലാണ് ജനവിധി തേടുന്നത്. വാർഡ് 1-ൽ P മണികണ്ഠൻ, 2-ൽ P വിഷ്ണുരാജ്, 3-ൽ ഷിഫാനത്ത്, 4-ൽ പ്രദീപ് കുമാർ, 5-ൽ സീനത്ത്, 6-ൽ സന്ധ്യ സന്തോഷ്, 7-ൽ KP വസന്ത, 8-ൽ അനിത തെക്കേതിൽ, 9-ൽ റൌഫ് അൻവരി, 10-ൽ ഗീത ടീച്ചർ, 11-ൽ വടിശ്ശേരി രതീഷ്, 12-ൽ ഹഫീസ മുനീർ, 13-ൽ ജിഷ വിനു, 14-ൽ PK മുഹമ്മദ് ഷാഫി, 15-ൽ ശ്രീജ കല്ലിപ്പറമ്പിൽ, 16-ൽ ഷബാന റഫീഖ്, 17-ൽ K അജേഷ്, 18-ൽ A മൊയ്തീൻകുട്ടി, 19-ൽ A അരുൺകുമാർ എന്നിവരാണ് സ്ഥാനാർത്ഥികളായി നിശ്ചയിച്ചിട്ടുള്ളത്. നെല്ലായ പഞ്ചായത്തിൽ നിലവിൽ 8 വാർഡുകളിൽ CPI സ്വതന്ത്രമായും മത്സരിക്കുന്നുണ്ട്. പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നാൽ മാത്രമേ മത്സരത്തിന്റെ യഥാർത്ഥ ചിത്രം തെളിയുകയുള്ളൂ. CCN ചെർപ്പുളശ്ശേരി. ചെത്തല്ലൂർ മുറിയങ്കണ്ണി അത്തിപ്പറ്റക്കടവിൽ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. ആലിപ്പറമ്പ് പാറക്കണ്ണി അരയപ്പാടത്ത് മോഹൻദാസിന്റെ മകൻ അരുൺദാസാണ് മരിച്ചത്. 17 വയസ്സായിരുന്നു. ചെത്തല്ലൂർ മുറിയങ്കണ്ണിപ്പുഴയിലെ അത്തിപ്പറ്റക്കടവിലാണ് സംഭവം. ആലിപ്പറമ്പ് പാറക്കണ്ണി അരിയപ്പാടത്ത് മോഹൻദാസിന്റെ മകൻ അരുണാണ് മരിച്ചത്. 17 വയസ്സായിരുന്നു. തൂത ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ്. തൂത ഹയർ സെക്കൻഡറി സ്കൂളിലെ 3 വിദ്യാർത്ഥികളാണ് പുഴയിലേക്ക് കുളിക്കാൻ വേണ്ടി വൈകിട്ട് എത്തിയത്. 3 പേരും പുഴയിൽ നീന്തുന്നതിനിടയിൽ ഒരാൾ വെള്ളത്തിലേക്ക് താഴുകയായിരുന്നു. ഓടിക്കൂടിയ നാട്ടുകാർ അരുണിനെ വെള്ളത്തിൽ നിന്നും പുറത്തെടുത്ത് പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നാട്ടുകൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. CCN ചെത്തല്ലൂർ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പണം തുടങ്ങാനിരിക്കെ തച്ചനാട്ടുകര പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഏതാനും ജനപ്രതിനിധികളുടെ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. തച്ചനാട്ടുകര പഞ്ചായത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇത്തവണ യുവാക്കൾക്ക് മത്സരിക്കാൻ കൂടുതൽ പ്രാധാന്യം നൽകിയതായും വിലയിരുത്തുന്നു. വീടുകളിൽ കയറിയുള്ള പ്രചാരണത്തിൽ 5-ൽ കൂടുതൽ ആളുകൾ പോകരുത് എന്നുള്ള നിർദ്ദേശമുണ്ട്. തച്ചനാട്ടുകര പഞ്ചായത്തിൽ ആകെ 16 സീറ്റുകളാണ് ഉള്ളത്. കോൺഗ്രസും ലീഗും സഖ്യത്തിലാണ്. BJP ഒറ്റയ്ക്കാണ് മത്സര രംഗത്ത് ഉള്ളത്. SDPI 3 വാർഡുകളിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായതായി അറിയിച്ചു. 15 വർഷമായി UDF ഭരണം നടത്തുന്ന തച്ചനാട്ടുകര പഞ്ചായത്തിൽ LDF മുന്നേറ്റം ഉണ്ടാകും എന്നുള്ള ശക്തമായ നിലപാടിലാണ് CPM. LDF-ൽ സ്ഥാനാർത്ഥി നിർണയം ഏതാണ്ട് പൂർത്തിയായി. 13 സീറ്റിൽ CPM-ഉം 3 സീറ്റിൽ CPI-യും സ്ഥാനാർത്ഥികളെ നിർദ്ദേശിച്ചിട്ടുണ്ട്. 13 സീറ്റിലാണ് BJP സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്. ചെത്തല്ലൂർ തെക്കുമുറി 13-ാം വാർഡിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പാർവതിക്കുട്ടി 1ഉം 2ഉം ഘട്ടം പൂർത്തിയാക്കി. വിവിധ കോളനികൾ കേന്ദ്രീകരിച്ചുള്ള പര്യടനമാണ് ഇപ്പോൾ നടക്കുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിരാമൻകുട്ടി ഗുപ്തൻ മത്സരിച്ച വാർഡ് കൂടിയാണിത്. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡ് കുറുമാലിക്കാവ് വാർഡിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി EB രാജേഷിന്റെ പര്യടനം തുടങ്ങി. BJPക്ക് പ്രതീക്ഷ നൽകുന്ന 14-ാം വാർഡായ കാവുവട്ടം, 12-ാം വാർഡായ ചെത്തല്ലൂരും സ്ഥാനാർത്ഥികളുടെ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ ഭരണസമിതിയിലെ EM നവാസ്, AK വിനോദ് എന്നിവർ ഇത്തവണ മത്സര രംഗത്തുണ്ട്. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയ ശേഷം പര്യടനം തുടങ്ങുകയുള്ളൂ എന്നും CPI, മുസ്ലിം ലീഗ് എന്നിവർ അറിയിച്ചു. തച്ചനാട്ടുകര പഞ്ചായത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇത്തവണ യുവാക്കൾക്ക് മത്സരിക്കാൻ കൂടുതൽ പ്രാധാന്യം നൽകിയതായി ചില കോണുകളിൽ നിന്ന് വിലയിരുത്തുന്നുണ്ട്. CCN ചെത്തല്ലൂർ. ചെത്തല്ലൂർ പനംകുരിശി ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണം നടത്തി. കോവിഡ് മാനദണ്ഡം അനുസരിച്ചാണ് ചടങ്ങുകൾ നടത്തിയത്. കറുത്തേടത്ത് ശങ്കരൻ നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. കോവിഡ് മാനദണ്ഡം അനുസരിച്ചാണ് ചടങ്ങുകൾ നടത്തിയത്. തുലാമാസം 12-ാം തീയതി കഴിഞ്ഞു വരുന്ന 2ാമത്തെ ചൊവ്വാഴ്ചയാണ് പൊങ്കാലയ്ക്ക് സാദൃശ്യമുള്ള ഈ ചടങ്ങ് ക്ഷേത്രത്തിൽ നടക്കുന്നത്. പനംകുരിശി ഭഗവതി ക്ഷേത്രത്തിന്റെ കീഴടമായ ശിവശൈലേശ്വര ക്ഷേത്രത്തിലും പ്രത്യേക വിശേഷാൽ പൂജകൾ നടത്തി. നാരായണൻ എമ്പ്രാന്തിരി കാർമ്മികത്വം വഹിച്ചു. CCN ചെത്തല്ലൂർ. ഗുപ്തൻ സേവന സമാജം വലമ്പിലിമംഗലം യൂണിറ്റ് ഓഫീസ് ഉദ്ഘാടനം നടന്നു. VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളോ നിഗൂഢമായ താല്പര്യങ്ങളോ ഇല്ല. വളരെ സുതാര്യമാണ്. അവശനിലയിലായിട്ടുള്ള ഒരു വിഭാഗം ജനങ്ങൾ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശം. അത് അടുത്ത തലമുറ, നേരത്തെ ഇവിടെ പറഞ്ഞു, പാരമ്പര്യമായി കാർഷിക വൃത്തിയിലും പശുപരിപാലനത്തിലും ഒക്കെ ഏർപ്പെട്ട് കഴിഞ്ഞിരുന്ന നിഷ്കാമ കർമ്മികളായിട്ടുള്ള ആളുകൾ നാട്ടിൻ പുറത്തെ സാധാരണക്കാരായ ആളുകളാണ്. ആരും പണക്കാരല്ല. അപ്പൊ ഇവർക്കും ജീവിക്കണം. മാറിയ പരിസ്ഥിതിയിൽ നമുക്കറിയാം കാർഷിക മേഖലയിലൊക്കെ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഗുപ്തൻ സേവന സമാജം വലമ്പിലിമംഗലം യൂണിറ്റിന്റെ ഓഫീസ് കെട്ടിടം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ കക്കുഴി അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി മണികണ്ഠൻ പാലാംകുഴി റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് M കുട്ടിക്കൃഷ്ണൻ മുൻകാല സമാജം പ്രവർത്തകരെ ആദരിച്ചു. മേഖലാ പ്രസിഡന്റ് ബാലകൃഷ്ണൻ SSLC +2 വിജയികളെ ആദരിച്ചു. സ്വാഗത സംഘം ചെയർമാൻ മോഹനൻ ആറാട്ടുതൊടി, സംസ്ഥാന സെക്രട്ടറി രാമകൃഷ്ണൻ, ഗോപാലകൃഷ്ണൻ,
ഉണ്ണികൃഷ്ണൻ കോട്ടയിൽ, ഭാസ്കരൻ ചിങ്ങനഴി, മണികണ്ഠൻ, രാമകൃഷ്ണഗുപ്തൻ, രാജേന്ദ്രൻ, ദേവി തുടങ്ങിയവർ പങ്കെടുത്തു. CCN കടമ്പഴിപ്പുറം. മലപ്പുറം കളക്ടറേറ്റിൽ നിന്ന് ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള നാമനിർദ്ദേശ പത്രികകളുടെ വിതരണം തുടങ്ങി. ജില്ലയിലെ 15 ബ്ലോക്ക് തലങ്ങളിലേക്കുമാണ് പത്രികകൾ നൽകുന്നത്. 19 വരെയാണ് സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ജില്ലയിലേക്കുള്ള നാമനിർദ്ദേശ പത്രികകൾ വിതരണത്തിനായി കളക്ടറേറ്റിൽ എത്തിയത്. ഈ മാസം 6-നാണ് തിരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത്. വ്യാഴാഴ്ച വിജ്ഞാപനം പുറത്തുവരും. 19 വരെയാണ് സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി. 20-ന് സൂക്ഷ്മ പരിശോധന നടക്കും. 23-നാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. ഡിസംബർ 14-ന് തിരഞ്ഞെടുപ്പും 16-ന് വോട്ടെണ്ണലും നടക്കും. ജില്ലയിൽ 94 ഗ്രാമപഞ്ചായത്തുകൾ, 15 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 12 നഗരസഭകൾ, ഒരു ജില്ലാ പഞ്ചായത്തുമടക്കം 122 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. CCN മലപ്പുറം. UDF നേതാക്കളെ ജയിലിലടയ്ക്കുമെന്ന് ഇടതുമുന്നണി കൺവീനർ A. വിജയരാഘവന്റെ പ്രസ്താവന ശരിയായില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി MP. KM ഷാജി MLA-ക്കെതിരായ വിജിലൻസ് കേസ് വേട്ടയാടലിന് ഉദാഹരണമാണെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കമറുദ്ദീന്റെ കേസിലും ഇത് തന്നെയാണ് സ്ഥിതി. വേറെ MLA-മാരുണ്ട്. ഞാൻ ഒരിക്കൽ പറഞ്ഞത്, കാശ് ബിസിനസ്സിൽ ഇറക്കിയിട്ട് കടം വരുത്തിയ MLA-മാർ പറഞ്ഞു. മാത്രമല്ല, ചെക്ക് മടങ്ങിയവരുണ്ട്. വൻതോതിലുള്ള നിയമ വയലേഷൻ നടത്തിയിട്ട് ഹൈക്കോടതിയിൽ പോയിട്ട് ഹൈക്കോടതി ഓർഡറിട്ട കേസുണ്ട്. ഇതൊന്ന് 2 കൊല്ലമായി അറസ്റ്റുമില്ല. ഈ അറസ്റ്റ് എന്തിന്? ചോദ്യം ചെയ്യാനൊന്ന് വിളിച്ചിട്ട് പോലുമില്ല. അവരൊക്കെ പ്രിവിലേജ്, സ്പെഷ്യൽ പ്രിവിലേജ്ഡ് ആളുകളെപ്പോലെ. പ്രതിപക്ഷത്തുള്ളവന് അറസ്റ്റ്, മറ്റുള്ളവർ VIP ഭരണകക്ഷി MLA-മാർക്ക് യാതൊരു പ്രോബ്ലവും. സർക്കാർ ഭരണ സംവിധാനം ദുർവിനിയോഗം ചെയ്യുകയാണ്. സാക്ഷികളുടെ മൊഴി പോലും രേഖപ്പെടുത്താതെയുള്ള MC കമറുദ്ദീൻ MLA-യുടെ അറസ്റ്റും രാഷ്ട്രീയ പ്രേരിതമാണ്. നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകാനുള്ള ശ്രമങ്ങളുമായി മുസ്ലിം ലീഗ് മുന്നോട്ടു പോകുമെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കമറുദ്ദീന്റെ കേസും അതുപോലെ തന്നെയാണ്. അതൊരു സിവിൽ കേസാണ്. ഞങ്ങൾ ഉറപ്പിച്ചത് കണ്ടത് സിവിലായിട്ട് നടക്കേണ്ടത്. അതിൽ ചോദ്യം ചെയ്യലും ഇല്ല, സാക്ഷി വിസ്താരവും ഇല്ല, ഒന്നുമില്ല. സാക്ഷികളെ സ്റ്റേറ്റ്മെന്റ് എടുക്കില്ല, ഒന്നുമില്ല. നേരെ ചെന്ന് അറസ്റ്റ്. അതും മുൻകൂട്ടി പ്രഖ്യാപിച്ചു. ബീഹാറിൽ പിന്നാക്ക വോട്ടുകൾ ഭിന്നിച്ചു. മഹാസഖ്യത്തിന് കൂടുതൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ പ്രതീക്ഷിച്ച പോലെ വന്നില്ല. വരാൻ പോകുന്ന കാലം BJPക്ക് സുഖകരമല്ലെന്ന് ഫലം തെളിയിക്കുന്നതായും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. CCN മലപ്പുറം. മഞ്ചേരി BRCയുടെ സഹകരണത്തോടെ ഒരുക്കിയ ടാലന്റ് ലാബ് ആനക്കയം ഗവൺമെന്റ് UP സ്കൂളിന് സമർപ്പിച്ചു. കലാകായിക പ്രവൃത്തി പരിചയ മേഖലകളിൽ വിദ്യാർത്ഥികളുടെ അഭിരുചി മനസ്സിലാക്കി മികച്ച പരിശീലനം ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സമഗ്ര ശിക്ഷ കേരള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ആനക്കയം ഗവൺമെന്റ് UP സ്കൂളിൽ മഞ്ചേരി BRCയുടെ ആഭിമുഖ്യത്തിൽ ടാലന്റ് ലാബ് ഒരുക്കിയത്. പാഠ്യേതര രംഗത്ത് വിദ്യാർത്ഥികളുടെ കഴിവുകൾ പരിപോഷിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ആരംഭിച്ച സംവിധാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT സുനീറ വിദ്യാലയത്തിന് സമർപ്പിച്ചു. അതേപോലെ ചിത്രം വരക്കാൻ കഴിവുള്ള കുട്ടികളാണ്. കുട്ടികൾക്കൊക്കെ കഴിവുണ്ട്. എത്ര കഴിവില്ല എന്ന് പറഞ്ഞാലും നമ്മളൊക്കെ പറയും നമ്മുടെ കുട്ടിക്ക് മുമ്പ് രക്ഷിതാക്കളൊക്കെ അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. ശരിക്കും അല്ലേ? അടുത്ത കുട്ടിക്ക് നല്ല മാർക്കാണ് അവിടെ കണ്ടുപഠിക്കണം, അവരെ കണ്ടുപഠിക്കണം. പക്ഷെ ഇന്ന് അങ്ങനെ. ഇതോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിശീലന പരിപാടിക്കും തുടക്കമായി. നീന്തൽ, ഫുട്ബോൾ, ക്രിക്കറ്റ്, വോളിബോൾ, ചിത്രരചന, കരാട്ടെ, സംഗീതം, നൃത്തം, പാചകം, ഫോട്ടോഗ്രാഫി, സാഹിത്യം, സംഘാടനം, ചരിത്രാന്വേഷണം, അഭിനയം, പ്രസംഗം, നാടൻ കല, ഉപകരണ സംഗീതം, ശില്പനിർമ്മാണം, കൃഷി, കലാസംവിധാനം, ചെണ്ടവാദ്യം, അധ്യാപനം തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ അഭിരുചിയുള്ള കുട്ടികളെ കണ്ടെത്തിയാണ് പ്രത്യേക പരിശീലനം. കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ച് കുട്ടികളുടെ വ്യത്യസ്തമായ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനുള്ള വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളാണ് ഇതിന്റെ ഭാഗമായി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 3 ആഴ്ച നീളുന്ന പരിശീലന പരിപാടിയുടെ ആദ്യഘട്ടത്തിൽ കുട്ടികളുടെ കഴിവുകൾ മനസ്സിലാക്കുകയും തുടർന്ന് ടാലന്റ് ഗ്രൂപ്പുകൾ രൂപീകരിച്ച് പ്രത്യേക പരിശീലനം നൽകുകയും ചെയ്യും. പ്രധാന അധ്യാപകൻ V. അബ്ബാസ്, വാർഡംഗം ശശി കുറുമാഞ്ചേരി, BPO PT മണികണ്ഠൻ, PTA പ്രസിഡന്റ് റഫീഖ് അലി, മുൻ പ്രധാനാധ്യാപിക MP രമണി, VP രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. CCN മഞ്ചേരി. അമ്പലപ്പാറയിൽ പോലീസ് സഹായ കേന്ദ്രം തുടങ്ങി. ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനു കീഴിൽ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിലാണ് ചൊവ്വാഴ്ച പുതിയ സഹായ കേന്ദ്രം തുടങ്ങിയത്. ജനറൽ ഡയറി എഴുതി ASP TK വിഷ്ണുപ്രദീപ് ഉദ്ഘാടനം ചെയ്തു.
ദിവസവും ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 11 വരെ സഹായ കേന്ദ്രം പ്രവർത്തിക്കും. വൈകുന്നേര സമയങ്ങളിലാണ് കൂടുതൽ കുറ്റകൃത്യങ്ങളും പ്രശ്നങ്ങളും സംഭവിക്കാൻ സാധ്യതയുള്ളതെന്ന് കണക്കിലെടുത്താണ് രാത്രി 11 മണിവരെ സേവനമാക്കിയിരിക്കുന്നത്. ഒരു SI അല്ലെങ്കിൽ ASI റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ കേന്ദ്രത്തിന്റെ ചുമതല വഹിക്കും. 2 CPOമാരുടെ സേവനത്തിന് പുറമെ ആവശ്യമെങ്കിൽ ഒരു വനിതാ CPOയുടെ സേവനവും കേന്ദ്രത്തിൽ ലഭ്യമാക്കും. വാഹന സൗകര്യവും ഉണ്ടാകും. അമ്പലപ്പാറ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന പരാതികളെല്ലാം കേന്ദ്രത്തിൽ സ്വീകരിക്കും. തീർപ്പാക്കാൻ കഴിയുന്ന പരാതികൾ ഇവിടെ നിന്ന് തീർപ്പാക്കും. കേസെടുക്കേണ്ട പരാതികളാണെങ്കിൽ അത് ഒറ്റപ്പാലം സ്റ്റേഷനിലേക്ക് കൈമാറും. ഇവിടെ കേസെടുക്കാനോ FIR ഇടാനോ സാധിക്കില്ല. ഒറ്റപ്പാലം CIയുടെ നിയന്ത്രണത്തിലാകും കേന്ദ്രം പ്രവർത്തിക്കുക. അമ്പലപ്പാറയിൽ ഇതിനോടനുബന്ധിച്ച് രാത്രികാല പട്രോളിംഗും ഉണ്ടാകും. CI M സുജിത് അധ്യക്ഷനായി. അമ്പലപ്പാറ പഞ്ചായത്ത് സെക്രട്ടറി M ഹരികൃഷ്ണൻ സംസാരിച്ചു. CCN ഒറ്റപ്പാലം. വാണിയംകുളത്ത് വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. ഞായറാഴ്ച രാത്രി 11 മണിക്ക് മിനി ലോറിയും ഓട്ടോയും കൂട്ടിയിടിക്കുകയാണ് ഉണ്ടായത്. പരിക്കേറ്റ 3 പേരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലക്കാട് കുളപ്പുള്ളി പാതയിലെ മനശ്ശേരി മുതൽ കുളപ്പുള്ളി വരെയുള്ള ഭാഗത്ത് അപകടങ്ങൾ കൂടുന്നു. 4 വർഷത്തിനിടെ നടന്ന അപകടത്തിൽ ജീവൻ നഷ്ടമായത് 10ഓളം പേർക്കാണ്. 4 ദിവസം മുൻപും രാത്രിയിൽ വാണിയംകുളം കോതകുർശിക്കാവലയിൽ അപകടം നടന്നു. മീൻ ലോറിയും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വരോട് സ്വദേശി കോന്ത്രംകുണ്ട് തോട്ടുകാട്ടിൽ മോഹൻദാസ് ആണ് മരണപ്പെട്ടത്. ഞായറാഴ്ച രാത്രി 11 മണിക്കാണ് മിനി ലോറിയും ഓട്ടോയും കൂട്ടിയിടിച്ച് അപകടം സംഭവിച്ചത്. അപകടത്തിൽ 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കയറ്റിറക്കങ്ങളും വളവും തിരിവും കൂടുതലുള്ള മനശ്ശേരി മുതൽ കുളപ്പുള്ളി വരെയുള്ള ഭാഗത്താണ് അപകടങ്ങൾ ഏറെയും നടക്കുന്നത്. അമിതവേഗവും റോഡിന്റെ പ്രശ്നങ്ങളുമാണ് കാരണം. CCN ഒറ്റപ്പാലം. വാടിക്കരിഞ്ഞ് ഒറ്റപ്പാലം നഗരസഭയിലെ പൂന്തോട്ടങ്ങൾ. റവന്യൂ ഇൻസ്പെക്ടറായിരുന്ന അയ്യപ്പനാണ് തന്റെ ഓഫീസ് ക്യാബിനിലും പച്ചപ്പുകൾ വളർത്തി പരിപാലിച്ചിരുന്നത്. എന്നാൽ അയ്യപ്പന് സ്ഥലം മാറ്റം ലഭിച്ചതോടെ ചെടികൾ പരിപാലനമില്ലാതെ കരിഞ്ഞുണങ്ങി നിൽക്കുകയാണ്. 62 സസ്യങ്ങൾക്കാണ് പരിസ്ഥിതി പ്രവർത്തകനായ അയ്യപ്പൻ നഗരസഭ ഓഫീസിൽ ഇടം നൽകിയത്. വിവിധ തരം പനകൾ, മുള, ലിസിയ, തെച്ചി, അലങ്കാര ചെടികൾ തുടങ്ങിയ 62 ചെടികളാണ് സ്വന്തം ചിലവിൽ ഇദ്ദേഹം നഗരസഭ ഓഫീസിൽ വെച്ചുപിടിപ്പിച്ചിരുന്നത്. നഗരസഭയുടെ പഴയ കെട്ടിടം ഉണ്ടായിരുന്നപ്പോൾ തന്റെ മുറിയിൽ മാത്രമാണ് ചെടികൾ വച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ ജനുവരിയിൽ ഒറ്റപ്പാലം നഗരസഭയുടെ പുതിയ കെട്ടിടം വന്ന ശേഷമാണ് വിപുലമായി ചെടികൾ ഓഫീസിൽ സ്ഥാപിച്ചത്. ഇവയെല്ലാം നനച്ചു പരിപാലിക്കുന്നതും അയ്യപ്പൻ തന്നെയായിരുന്നു. 7 വർഷം മുൻപ് ഒറ്റപ്പാലം മായന്നൂർ പാലത്തിന് സമീപം മുളങ്കാടുകൾ നട്ടു വളർത്തിയതും അയ്യപ്പന്റെ അധ്വാനമാണ്. ഇപ്പോൾ വളർന്നു വലുതായി ഭാരതപ്പുഴയുടെ തീരത്ത് സമയം ചിലവഴിക്കാൻ എത്തുന്നവർക്ക് തണൽ നൽകുന്ന വലിയ മുളങ്കൂട്ടങ്ങളായിട്ടുണ്ട്. ജോലിക്കയറ്റം കിട്ടി നഗരസഭ മാറിയപ്പോഴും ഇപ്പോഴും അവയും പരിപാലിക്കുകയും ചെയ്യുന്നു. ചെടികൾ പരിപാലനമില്ലാതെ കരിഞ്ഞുണങ്ങി നിൽക്കുന്നത് വേദനാജനകമായ കാഴ്ചയാണ്. CCN ഒറ്റപ്പാലം. ഒറ്റപ്പാലം നഗരസഭയിലെ 8ാം വാർഡായ കോലോത്തുകുന്ന് വാർഡിനെ ചൊല്ലി CPM CPI തർക്കം. കോലോത്തുകുന്ന് വാർഡ് വിട്ടു നൽകി വാർഡ് 24 കുമ്പാരംകുന്നിൽ CPI മത്സരിക്കട്ടെ എന്നാണ് CPM നിലപാടെന്നാണ് സൂചന. എന്നാൽ CPI ഇതുവരെ വെച്ചുമാറൽ അംഗീകരിച്ചിട്ടില്ല. നഗരസഭയിലെ 8ാം വാർഡായ കോലോത്തുകുന്ന് വാർഡിനെ ചൊല്ലി CPM CPI തർക്കം. കോലോത്തുകുന്ന് വാർഡ് വിട്ടു നൽകി വാർഡ് 24 കുമ്പാരക്കുന്നിൽ CPI മത്സരിക്കട്ടെ എന്നാണ് CPM നിലപാടെന്നാണ് സൂചന. എന്നാൽ CPI ഇതുവരെ വെച്ചുമാറൽ അംഗീകരിച്ചിട്ടില്ല. ഒറ്റപ്പാലം നഗരസഭയിൽ 2 സീറ്റുകളിലാണ് CPI മത്സരിക്കാറുള്ളത്. വനിതാ സംവരണമുള്ള 8ാം വാർഡായ കോലോത്തുകുന്നിനോടൊപ്പം 5ാം വാർഡായ മൈലുംപുറവുമാണ് CPI മത്സരിക്കാറുള്ള സീറ്റുകൾ. മൈലുംപുറത്ത് മത്സരിക്കാനും കോലോത്തുകുന്ന് വാർഡ് കുമ്പാരംകുന്ന് വാർഡുമായി വെച്ചുമാറാനുമാണ് ചർച്ചയുണ്ടായിരുന്നത്. ആദ്യഘട്ട ചർച്ചാ വിഷയത്തിൽ തീരുമാനം ഉണ്ടായിട്ടില്ല. നിലവിലെ സീറ്റുകൾ തന്നെ മത്സരിക്കാനാകാതിരുന്നാൽ 6 സീറ്റുകളിൽ വരെ ഒറ്റയ്ക്ക് മത്സരിച്ചേക്കുമെന്നാണ് സൂചനകൾ. ചർച്ചകൾക്ക് ശേഷം ചൊവ്വാഴ്ച ചേരുന്ന CPI മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ മത്സരിക്കുന്നതിനെ സംബന്ധിച്ച തീരുമാനം ഉണ്ടായേക്കും. നിലവിൽ CPIക്ക് നഗരസഭയിൽ കൌൺസിലർമാരില്ല. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ചൊവ്വാഴ്ചയുള്ള മണ്ഡലം കമ്മിറ്റി യോഗത്തിനു ശേഷം സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്ന് CPM ഭാരവാഹികൾ അറിയിച്ചു. CCN ഒറ്റപ്പാലം. സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടാതെ ഒറ്റപ്പാലത്ത് നഗരസഭാധ്യക്ഷനും ഉപാധ്യക്ഷയും. നഗരസഭാധ്യക്ഷന്റെ വാർഡായ തെന്നടി ബസാറിലും ഉപാധ്യക്ഷയുടെ വാർഡായ തോട്ടക്കരയിലും പുതിയ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു കഴിഞ്ഞതായാണ് സൂചന. തെന്നടി ബസാർ വാർഡ് ഇത്തവണ പട്ടികജാതി വനിതാ സംവരണവും തോട്ടക്കര ജനറൽ വാർഡുമാണ്. നഗരസഭാധ്യക്ഷൻ NM നാരായണൻ നമ്പൂതിരിയും ഉപാധ്യക്ഷ K രത്നമ്മയും LDF സ്ഥാനാർത്ഥി പട്ടികയിലില്ല. നഗരസഭാധ്യക്ഷന്റെ വാർഡായ തെന്നടി ബസാറിലും ഉപാധ്യക്ഷയുടെ വാർഡായ തോട്ടക്കരയിലും പുതിയ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു കഴിഞ്ഞതായാണ് സൂചന. തെന്നടി ബസാർ വാർഡ് ഇത്തവണ പട്ടികജാതി വനിതാ സംവരണവും തോട്ടക്കര ജനറൽ വാർഡുമാണ്.
തോട്ടക്കരയിൽ TK രഞ്ജിത്ത് എന്ന യുവ സ്ഥാനാർത്ഥിയെ ഇറക്കാനാണ് തീരുമാനം. നിലവിൽ കൌൺസിലറായ 7 പേരെ വീണ്ടും മത്സരിപ്പിക്കാനും CPM-ൽ തീരുമാനമായിട്ടുണ്ടെന്നാണ് സൂചന. UDF-ലെ മുതിർന്ന കൌൺസിലർമാരായ സത്യൻ പെരുമ്പറക്കോട്, ജോസ് തോമസ് തുടങ്ങിയവർ ഇത്തവണയും ജനവിധി തേടിയേക്കും. DCC സെക്രട്ടറി കൂടിയായ സത്യൻ പെരുമ്പറക്കോടിനെ നിലവിലെ ഉപാധ്യക്ഷയുടെ വാർഡിൽ തന്നെ മത്സരിപ്പിക്കാനാണ് നീക്കം. ഇതിനായുള്ള ശ്രമങ്ങളും നടന്നുവരികയാണ്. ജോസ് തോമസിനെ വാർഡ് 19 കയറാംപാറയിൽ മത്സരിപ്പിക്കാനാണ് തീരുമാനം. മുൻ ഉപാധ്യക്ഷനായിരുന്ന മുസ്ലിം ലീഗ് കൌൺസിലർ PMA ജലീൽ ഇത്തവണ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഇനിയും ധാരണയായിട്ടില്ല. 3 തവണ കൌൺസിലറായവർ ഇനി മത്സരിക്കേണ്ടെന്ന മുസ്ലിം ലീഗ് തീരുമാനത്തിൽ ഇളവുണ്ടായിട്ടില്ലെങ്കിൽ ജലീൽ ഇത്തവണ ഉണ്ടാകില്ല. BJP-യിൽ S ഗംഗാധരനും R മണികണ്ഠനും വീണ്ടും മത്സരിക്കുമെന്നാണ് സൂചന. മറ്റു സീറ്റുകളിൽ പുതിയ സ്ഥാനാർത്ഥികളും എത്തിയേക്കുമെന്നും സൂചനയുണ്ട്. ചർച്ചകളെല്ലാം പൂർത്തിയാക്കി ചൊവ്വാഴ്ച സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് BJP നേതാക്കൾ നൽകുന്ന വിവരം. CPM വിമതരായ സ്വതന്ത്ര മുന്നണിയുമായി ധാരണയുണ്ടാക്കുന്നതിനുള്ള നടപടികൾ UDF-ൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 10ഓളം സീറ്റുകളിൽ ധാരണയുണ്ടാക്കുമെന്നാണ് വിവരം. ഇതിൽ ജില്ലാ കമ്മിറ്റിയുടെ അന്തിമ തീരുമാനത്തിന് കാത്തിരിക്കുകയാണ് UDF. CCN ഒറ്റപ്പാലം. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന് UDF ആരോപണം. തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ആസൂത്രണം നടന്നതെന്നും UDF അംഗങ്ങൾ ആരോപിച്ചു. അപേക്ഷ തരാതെ ചെയ്ത് തിരുത്തിയിട്ട് മതി ഒരാൾ പുറത്തു സെക്കൻഡ് വിളിച്ചു വരുത്തി. അത് രാത്രി 2:30 മണിക്കൂറത്തെ കാൻഡിഡേറ്റ് അടക്കമുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നവംബർ 11-ന് പുറത്തിറങ്ങിയ വോട്ടർ പട്ടികയിലാണ് വ്യാപക ക്രമക്കേടെന്ന് UDF അംഗങ്ങളുടെ ആരോപണം. പല വാർഡുകളിലും 50ഉം 90ഉം 100ഉം ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ടെന്നും ഇങ്ങനെ നീക്കം ചെയ്യുന്നതിനായി യാതൊരുവിധ പരാതികളോ ആക്ഷേപങ്ങളോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടില്ല എന്നും UDF അംഗങ്ങൾ പറയുന്നു. ഇത് 15 കൊല്ലമായി UDF തുടർച്ചയായി ഭരിക്കുന്ന ഒരു പഞ്ചായത്ത് നേർക്കുനേർ നിന്ന് പോരാടിയാൽ കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ഇരുട്ടിന്റെ ശക്തികൾ, ഇവിടെ തന്നെ ഞങ്ങൾ വ്യക്തമായിട്ട് പറയുന്നു, ഇരുളിന്റെ ശക്തികൾ, ആ ശക്തികളുടെ കറുത്ത കരങ്ങൾ ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികൾ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ഈ ഉത്തരവാദിത്തം, ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം പരിപൂർണമായി നിർവഹിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടുകൾ നടത്തി പഞ്ചായത്തിൽ ഇലക്ഷൻ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നും UDF ആരോപിച്ചു. 125 വോട്ടുകളൊക്കെ ഒരു വാർഡിൽ നിന്നും ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അത് കൃത്രിമം നടത്തിക്കൊണ്ട് ഈ പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്, UDF-ന്റെ നേതാക്കന്മാർ എന്ന നിലക്ക്. ഇപ്പൊ ഇവിടെ നമുക്ക് അവരെ ഇവിടെ ഹാജരാക്കാൻ കഴിയും. റിട്ടേണിംഗ് ഓഫീസർ മുമ്പിലും പഞ്ചായത്ത് സെക്രട്ടറി മുമ്പിലും ഈ പറയുന്ന വോട്ടർമാരെ നേരിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഹാജരാക്കാൻ കഴിയുന്ന ആളുകളാണ്, ലിസ്റ്റാണ് ഇവിടെ ഒഴിവാക്കിയിട്ടുള്ള ലിസ്റ്റുകളിൽ വന്നിട്ടുള്ളത്. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷനും കളക്ടർക്കും ബന്ധപ്പെട്ട മറ്റു ഉദ്യോഗസ്ഥർക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് UDF. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജനപ്രതിനിധിയാകാൻ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി മദ്യക്കുപ്പിയുമായി ഇങ്ങനെ ഉദ്യോഗസ്ഥരെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചു കൂട്ടിയിട്ട് അവിടേക്ക് മദ്യക്കുപ്പിയുമായി പോകുന്ന സാഹചര്യം ഉണ്ടായത് ഈ രാജ്യത്തെ ജനമാണ് വിലയിരുത്തേണ്ടത്. അതിന്റെ വിഷ്വൽ പിടിച്ചെടുക്കേണ്ടത് പോലീസാണ്. ജനാധിപത്യം ഇത്തരത്തിൽ കള്ളും കുപ്പികളിലാണോ ജനാധിപത്യം നടത്തുന്നത് എന്ന് തീരുമാനിക്കേണ്ടത് ബന്ധപ്പെട്ട ഇവിടുത്തെ അധികാരികളാണ്. യാതൊരു കാരണവുമില്ലാതെ വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്തവരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും UDF ആവശ്യപ്പെടുന്നു. CCN പെരിന്തൽമണ്ണ. അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ഇടതുമുന്നണി തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. CPIM 16 സീറ്റിലും LDF സ്വതന്ത്രൻ 6 സീറ്റിലും കോൺഗ്രസ് S സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി 1 സീറ്റിലും മത്സരിക്കും. നിലവിൽ അങ്ങാടിപ്പുറം പഞ്ചായത്ത് LDF ആണ് ഭരിക്കുന്നത്. വാർഡ് 1-ൽ റസീല റഷീദ് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും. 1-ാം വാർഡിൽ റസീല റഷീദും 2-ൽ നൗറ യാസ്മിൻ, 3-ൽ രതീഷ്, 4-ൽ വാഹിദ വാപ്പൂട്ടി, 5-ൽ സീമ, 6-ൽ ഖദീജ അസീസ്, 7-ാം വാർഡിൽ ജൂലി പോളി,
8-ൽ അബ്ദുൾ സലാം, 9-ാം വാർഡിൽ യു രവി, 10-ൽ ഷിഹാബ് പി എന്നിവർ CPM സ്ഥാനാർത്ഥികളാകും. 11-ൽ PK റഹീന, 12-ൽ നൂർജഹാൻ, 13-ൽ പി രത്നകുമാരി, 14-ൽ KT നാരായണൻ, 15-ാം വാർഡിൽ റഷീദ് എന്നിവർ CPM സ്ഥാനാർത്ഥികളും, 16-ൽ ലീലാമണി, 17-ൽ അനിൽ ഫിലിപ്പ്, 18-ൽ വിജയകുമാരി, 19-ൽ ഷമീർ ബാബു എന്നിവരും CPIM സ്ഥാനാർത്ഥികളാകും. വാർഡ് 20-ൽ K റംല LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടും. വാർഡ് 21-ൽ P മൊയ്തുട്ടി, 22-ൽ ആയിഷ, 23-ൽ സബീൻ എന്നിവരാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ. അതേസമയം UDFും BJPയും ഇതുവരെ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ നഗരസഭയുടെ 25 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ അവിസ്മരണീയമെന്ന് പെരിന്തൽമണ്ണ നഗരസഭയുടെ ആദ്യ ചെയർപേഴ്സൺ KT പ്രേമലത. പെരിന്തൽമണ്ണ നഗരസഭയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മുൻ കൗൺസിലർമാരെ ആദരിക്കുന്ന ചടങ്ങിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഒരു 40 വയസ്സിന് മുകളിലുള്ളവരോട് ചോദിച്ചറിയാം അന്നത്തെ സ്ഥിതി. അങ്ങ് ഭയങ്കര വികസനം ഒട്ടും തന്നില്ലാത്ത സ്ഥലങ്ങളായിരുന്നു. അപ്പം മെയിൻ പ്രശ്നങ്ങൾ ജനങ്ങളുടെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി. ആദ്യത്തെ ഒരു വർഷം നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. പിന്നീട് 96-ലും ഞങ്ങൾ ജനകീയാസൂത്രണം വന്നു. ഇടതുപക്ഷ ഗവൺമെൻറ് നിലവിൽ വന്നു. നായനാർ മന്ത്രിസഭ വന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ പാലോളി മുഹമ്മദ് കുട്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായി. അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ നമുക്ക് ജനകീയാസൂത്രണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ളവർക്കൊക്കെ തന്നെ ജനങ്ങളിൽ നിന്ന് നമ്മൾ എന്താണ് വേണ്ടതെന്ന് അവരെ ഇരുത്തി സംസാരിച്ച് വാർഡ് സഭയൊക്കെ കൂടിയിട്ട് അവർ പറയുന്നതിനനുസരിച്ച് ജനങ്ങളിലേക്ക് അധികാരം തന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വളരെയധികം വികസന പ്രവർത്തനങ്ങൾ അന്ന് മുതൽ ചെയ്യാൻ കഴിഞ്ഞു. പെരിന്തൽമണ്ണ നഗരസഭയുടെ കഴിഞ്ഞ കാലയളവിൽ നേടിയ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എല്ലാ കൗൺസിലർമാരുടെയും അകമഴിഞ്ഞ പിന്തുണ ഉണ്ടായിട്ടുണ്ടെന്നും KT പ്രേമലത പറഞ്ഞു. നഗരസഭയിൽ 2015-2020 കാലഘട്ടത്തിലെ വികസന നേട്ടങ്ങൾ കേരളത്തിലെ നഗരസഭകളുടെ ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെടുമെന്നും ആദ്യ ചെയർപേഴ്സൺ കൂട്ടിച്ചേർത്തു. പല നഗരസഭകളിലും ഫണ്ടൊക്കെ കെട്ടിക്കിടക്കണം, വേണ്ട രീതിയിൽ പ്രയോഗിക്കാനിട്ട്. പക്ഷേ ഇപ്പോഴത്തെ നഗരസഭയിലുള്ള ചെയർമാനും കൗൺസിൽ അംഗങ്ങളൊക്കെ ജനങ്ങളും ഒക്കെ കൂടി തന്നെ ഇനി വേണ്ട വികസന പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെയധികം ഒരു ഹൈടെക് നഗരസഭയായിട്ട് ഈ നഗരസഭയിൽ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇത് തുടങ്ങി വെച്ചത് പണ്ടൊക്കെ പറയെല്ലാവരും കാൽവാരി നന്നാവണം. CCN പെരിന്തൽമണ്ണ. പുകപരിശോധന കേന്ദ്രങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് വെബ്സൈറ്റുമായി ലിങ്ക് ചെയ്തു തുടങ്ങി. പുതുതായി ലഭിക്കുന്ന വാഹന പുക പരിശോധനാ സർട്ടിഫിക്കറ്റിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക ചിഹ്നവും KL 53 ചിഹ്നവും വാഹനത്തിന്റെ ഡീറ്റെയിലും ഉണ്ടാകും. പെരിന്തൽമണ്ണ താലൂക്കിലെ ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധന കേന്ദ്രങ്ങളെല്ലാം മോട്ടോർ വാഹന വകുപ്പ് വെബ്സൈറ്റുമായി ലിങ്ക് ചെയ്തു തുടങ്ങി. വളരെയധികം പരാതികൾക്ക് ഇതുമൂലം പരിഹാരമാകും. പുതുതായി ലഭിക്കുന്ന പുക പരിശോധനാ സർട്ടിഫിക്കറ്റിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക ചിഹ്നവും KL 53 എന്ന രജിസ്റ്റേർഡ് നമ്പറും വാഹനത്തിന്റെ വിശദാംശങ്ങളും പുക പരിശോധനാ കേന്ദ്രത്തിന്റെ വിശദാംശങ്ങളും പരിശോധനയ്ക്ക് ആവശ്യമായ തുക, കാലാവധി എന്നിവയും രേഖപ്പെടുത്തിയിരിക്കും. ഇതോടുകൂടി വാഹന പുക പരിശോധന സംബന്ധമായ എല്ലാ പരാതികൾക്കും പരിഹാരമാകുമെന്നും ആദ്യഘട്ടമായി ഈ സംവിധാനം 3 പുക പരിശോധന കേന്ദ്രങ്ങളിൽ ലഭ്യമാണെന്നും അടുത്തയാഴ്ചയോടെ മുഴുവൻ കേന്ദ്രങ്ങളിലും ഈ സംവിധാനം ലഭ്യമാകുമെന്നും പെരിന്തൽമണ്ണ ജോയിന്റ് RTO CU മുജീബ് അറിയിച്ചു. നിലവിൽ ഗവൺമെന്റ് അംഗീകരിച്ച പുക പരിശോധനാ നിരക്കുകൾ ഇരുചക്ര വാഹനങ്ങൾക്ക് 80 രൂപ, മുച്ചക്ര വാഹനങ്ങൾക്ക്, പെട്രോൾ വാഹനങ്ങൾക്ക് 80 രൂപ, ഡീസൽ വാഹനങ്ങൾക്ക് 90 രൂപ, ലൈറ്റ് മോട്ടോർ വാഹനങ്ങളിൽ പെട്രോൾ വാഹനങ്ങൾക്ക് 100 രൂപ, ഡീസൽ വാഹനങ്ങൾക്ക് 110 രൂപ, ഹെവി മോട്ടോർ വാഹനങ്ങൾക്ക് 150 രൂപ എന്നിങ്ങനെയാണ് നിരക്ക്. CCN പെരിന്തൽമണ്ണ. നവംബർ 16-ന് പെരിന്തൽമണ്ണയിൽ നടക്കുന്ന സ്വയംവരം ചരിത്ര മുഹൂർത്തമാകും. താഴേക്കോട് മുള്ളൂർമട ആദിവാസി കോളനിയിലെ അനിതയുടെ വിവാഹമാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സ്വയംവരം വാട്സാപ്പ് കൂട്ടായ്മയിലൂടെ നവംബർ 16-ന് നടത്തുന്നത്. 6 വർഷത്തോളമായി അനിത സായി സ്നേഹതീരത്ത് ജീവനക്കാരിയാണ്. 2009-ൽ പ്രവർത്തനം ആരംഭിച്ച സായി സ്നേഹതീരത്തെ ആദ്യ വിവാഹമാണ് അനിതയുടേത്. ആദിവാസി ക്ഷേമ പ്രവർത്തകൻ KR രവിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ സ്വയംവരം വാട്സ്ആപ്പ് കൂട്ടായ്മ വഴി നിരവധി പേർ വിവാഹ സഹായ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. വനിതാ കൂട്ടായ്മകൾ, യുവജന സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ തുടങ്ങി ഒട്ടനവധി പേർ സഹായ വാഗ്ദാനവുമായി എത്തിയിട്ടുണ്ട്. നവംബർ 16-ന് സായി തീരത്ത് മണ്ഡപമൊരുക്കി വിവാഹം നടത്താനാണ് തീരുമാനം. ഇവിടുത്തെ ലോക്കൽ ഒരു ക്ലബ്ബ് പന്തല്, പൻസൂറിന്റെ നേതൃത്വത്തിലുള്ള ഒരു ക്ലബ്ബാണ്. പന്തല് ഓഫർ ചെയ്തിട്ടുണ്ട്. പിന്നെ പെരിന്തൽമണ്ണയിലെ വ്യാപാരികളും വ്യവസായികളും എല്ലാവരും എത്ര പേര് പറഞ്ഞാലും മതിയാവാത്ത വിധം എല്ലാ ആളുകളും സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്.
ഞങ്ങൾ എല്ലാവരെയും സഹായം ഇപ്പം പ്രതീക്ഷിക്കുന്നില്ല. ഇത് കഴിഞ്ഞാൽ ഒന്നിലധികം കുട്ടികളെ ഇവിടുന്ന് തന്നെ വിവാഹം കഴിച്ച് കൊടുക്കേണ്ടതുണ്ട്. ഇതുവരെ ആദിവാസി മേഖലയിൽ നമ്മുടെ താലൂക്കിൽ ഇതുപോലൊരു വിവാഹം. സായി തീരത്തെ 62ഓളം വരുന്ന ആദിവാസി കുട്ടികളും അനിതയുടെ വിവാഹം ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. CCN പെരിന്തൽമണ്ണ. പട്ടാമ്പി കുലുക്കല്ലൂരിലെ CPM നേതാവ് EK മുഹമ്മദ് കുട്ടി ഹാജി പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു. DCC ഓഫീസിൽ വെച്ച് DCC സെക്രട്ടറി VK ശ്രീകണ്ഠൻ മെമ്പർഷിപ്പ് കൈമാറി. CPM കുലുക്കല്ലൂർ ലോക്കൽ കമ്മിറ്റി അംഗം EK മുഹമ്മദ് കുട്ടി ഹാജിയാണ് പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നത്. പാലക്കാട് DCC ഓഫീസിൽ നടന്ന ചടങ്ങിലാണ് രാജിവിവരം അറിയിച്ചത്. തുടർന്ന് DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠനിൽ നിന്നും മെമ്പർഷിപ്പും ഏറ്റുവാങ്ങി. KPCC വൈസ് പ്രസിഡന്റ് CP മുഹമ്മദ്, VS വിജയരാഘവൻ ഉൾപ്പെടെയുള്ള നേതാക്കളും സന്നിഹിതരായിരുന്നു. 16 വർഷത്തെ ഇടതുബന്ധത്തിന് വിട പറഞ്ഞാണ് EK മുഹമ്മദ് കുട്ടി ഹാജി വീണ്ടും കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. 2004 DCC ജനറൽ സെക്രട്ടറി ആയിരുന്ന EK മുഹമ്മദ് കുട്ടി ഹാജി കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് CPMൽ ചേർന്ന് പ്രവർത്തനം തുടങ്ങിയത്. 2005 നടന്ന തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയായി കുലുക്കല്ലൂർ ഡിവിഷനിൽ നിന്നും ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2010 മുതുകല ഡിവിഷനിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് മെമ്പറായി. 2015 കുലുക്കല്ലൂർ പഞ്ചായത്തിലെ 4-ാം വാർഡിൽ മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. കുലുക്കല്ലൂർ കാർഷിക വികസന സഹകരണ സംഘം പ്രസിഡന്റായി പ്രവർത്തിച്ചു വരികയാണ്. 1990 കുലുക്കല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാണ് അന്ന് മത്സരിച്ചത്. കോൺഗ്രസ് ഷൊർണൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് തുടങ്ങിയ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. CPMന്റെ ആനുകാലിക പ്രവർത്തന ശൈലിയോടെ പൊരുത്തപ്പെട്ടു പോകുവാൻ സാധിക്കാത്തതിനാലാണ് രാജിയെന്ന് EK മുഹമ്മദ് കുട്ടി ഹാജി പ്രതികരിച്ചു. വല്ലപ്പുഴ പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ നിന്നും ഒരു വിഭാഗത്തെ ഒഴിവാക്കിയെന്ന ആരോപണവുമായി UDF രംഗത്ത്. പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. വല്ലപ്പുഴ പഞ്ചായത്തിൽ വോട്ടർ പട്ടികയിൽ നിന്നും ഒരു വിഭാഗം ആളുകളെ ഒഴിവാക്കിയെന്നാരോപിച്ചാണ് UDF പ്രവർത്തകർ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചത്. എന്നാൽ വ്യക്തമായ കാരണത്താലാണ് നടപടി ഉണ്ടായെന്നായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറിയുടെ വാദം. ഇത് ഏറെ നേരത്തെ പ്രതിഷേധത്തിന് ഇടവരുത്തി. തുടർന്ന് പട്ടാമ്പിയിൽ നിന്നും CAയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തി. തുടർന്ന് നടത്തിയ ചർച്ചയിൽ വോട്ടർ പട്ടികയിൽ നിന്നും ചിലരുടെ പേരുകൾ ഒഴിവാക്കാനുണ്ടായ കാരണം രേഖാമൂലം സെക്രട്ടറി എഴുതി നൽകിയാണ് നേതാക്കൾ സമരം അവസാനിപ്പിച്ചത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, ബൈപാസ് റോഡ്, പെരിന്തൽമണ്ണ.